അതിദാരുണമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നു. തിരുവനന്തപുരത്ത് ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. വിവാഹമോചനം നേടി 3-ാം ദിവസമാണ് അവരത് ചെയ്തത്. അതിൻ്റെ പിന്നിലെ ഒരു വലിയൊരു കഥയുണ്ട്. അതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം നമ്മൾ നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പഠിപ്പിക്കും. പെൺകുട്ടികളെ ആൺകുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്. ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കുമ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന ലൈംഗികപരമായിട്ടുള്ള ചൂഷണം നിർത്താൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ സ്വന്തം ജന്മം കൊടുത്ത അച്ഛൻ്റെ ഭാഗത്തുനിന്ന് തന്നെ മകൾക്ക് ആ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു വീട്ടമ്മ മരിക്കുന്നതിൻ്റെ കാരണം ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് അവർ മരിച്ചത്. അതിലെല്ലാം വിശദമായി അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മകൾക്ക് 10 വയസ്സുള്ളപ്പോൾ മുതൽ മകൾ ലൈംഗിക ചൂഷണം നേരിടുന്നു സ്വന്തം അച്ഛനിൽ നിന്ന്. മകളത് മറച്ചു വെച്ചു. കാരണം അമ്മയുടെ ജീവന് ഭീഷണിയാവും, മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം ഓർത്ത് ആ കുട്ടി പേടിച്ചിട്ട് പറഞ്ഞില്ല സ്വന്തം അമ്മയോട്. അതിനുശേഷം ഈ മരിച്ച ആത്മഹത്യ ചെയ്ത ശ്രീജ എന്ന് പറയുന്ന യുവതിയുടെ അച്ഛൻ മരിക്കുകയുണ്ടായി. ആ സമയത്ത് അച്ഛൻ മരണവീട്ടിൽ നിന്നും ഈ ശ്രീജയുടെ ഭർത്താവ് ഈ 10 വയസ്സുള്ള മകളുമായി സ്വന്തം വീട്ടിലേക്ക് പോയി. മരണം അടക്കം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആർക്കും സംശയം തോന്നില്ല. കാരണം സ്വന്തം അച്ഛനും മകളുമായി വീട്ടിലോട്ട് പോകുന്നു. ശ്രീജയാണെങ്കിൽ അച്ഛൻ്റെ മരണം കഴിഞ്ഞതുകൊണ്ട് ശ്രീജയുടെ വീട്ടിൽ തന്നെയാണ്. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം കുട്ടിയിലുണ്ടായ മാറ്റങ്ങൾ, കുട്ടിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അതിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കുട്ടിക്കുണ്ടായി. അങ്ങനെ അമ്മയ്ക്ക് സംശയം തോന്നി. അവർ ചോദിച്ചപ്പോൾ കുട്ടിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അപ്രാവശ്യം കുട്ടി ക്രൂരമായിട്ടാണ് പീഡനത്തിനിരയായത്. അങ്ങനെ ആ മകൾ അമ്മയോടെല്ലാം തുറന്ന് പറയുമ്പോഴാണ് ശ്രീജ ഞെട്ടിപ്പോകുന്നത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സ്വന്തം ഭർത്താവ് തന്നെ ആ കുഞ്ഞിനോട്, സ്വന്തം മകളോട് തന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരമ്മയും സഹിക്കില്ല. അങ്ങനെ അവർ രണ്ടുപേരും സെപ്പറേറ്റായി ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. പിരിഞ്ഞു കഴിഞ്ഞ് ഇന്ന് ആ മകൾക്ക് 17 വയസ്സടുക്കുന്നു. വിവാഹമോചനം കഴിഞ്ഞിട്ട് 3 ദിവസമേ ആയുള്ളൂ. അന്ന് മുതൽ അവർ പിരിഞ്ഞ് താമസിക്കുന്നു. പിന്നെ കോടതിയിലായി, കേസായി, പ്രശ്നങ്ങളായി. അവസാനം 3 ദിവസം മുമ്പ് രണ്ടുപേരും സമ്മതത്തോടെ വിവാഹമോചനം നേടി നിയമപരമായി. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാത്രി, 3-ാമത്തെ ദിവസം രാത്രി 7:30 ഈ ഭർത്താവ് ശ്രീജയുടെ വീട്ടിൽ വരികയും ശ്രീജയും മകളും മാത്രമാണ് അവിടെ താമസിക്കുന്നത്. മകൾക്കിപ്പോൾ 17 വയസ്സുണ്ട്. ഇന്നത്തെ നിലയിൽ ഒളിഞ്ഞിരിക്കുകയും മഴ വന്നപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വാതിൽ തുറന്ന ശ്രീജയെ കടന്നു പിടിക്കുകയും അതിക്രമിച്ച് വീടിനകത്തേക്ക് കയറുകയും ചെയ്തു. അതിനുശേഷം മകളെ വലിച്ചൊരു മുറിയിലിട്ട് പൂട്ടി. അതിനുശേഷം ഈ 7 മുതൽ രാത്രി 12 മണി വരെയും ഈ ശ്രീജ എന്ന് പറയുന്ന യുവതിയെ ക്രൂരമായും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. അതുമാത്രമല്ല ലൈംഗികപരമായി വരെ ആ ഒരു ഭർത്താവ് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതൊക്കെ പോരാ. അതുകൊണ്ടൊന്നും അയാളുടെ ദേഷ്യം മാറിയില്ല. ശ്രീജയുടെ വസ്ത്രങ്ങളെല്ലാം മൂരി എറിഞ്ഞ് നഗ്ന വീഡിയോ എടുത്തു. എന്നിട്ട് ഇവർക്ക് നിയമപരമായി വിവാഹമോചനം നേടിയപ്പോൾ ജീവാംശമായി കുറച്ച് പണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൈസയും ശ്രീജയ്ക്ക് കുടുംബപരമായി കിട്ടിയ സ്വത്തുക്കളെല്ലാം നാളെ അയാളുടെ പേരിലേക്ക് എഴുതി കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ 4 മണിക്ക് പബ്ലിഷ് ചെയ്യും എന്നൊരു ഭീഷണിയും കൊടുത്തു. അതുമാത്രമല്ല ശ്രീജയുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ഭർത്താവായിരുന്നു ആള് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ഈ വീഡിയോ എല്ലാം വാട്സപ്പിലൂടെ അയച്ചും കൊടുത്തു. അങ്ങനെ ഒരു വിധത്തിൽ അയാൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി എല്ലാം സമ്മതിച്ച് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പൂട്ടിട്ട മുറിയിൽ ചെന്ന് മകളെ വിളിച്ച് മകളോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ മകളെ സാന്ത്വനിപ്പിച്ചെല്ലാം പറഞ്ഞ് മകളെ കിടത്തി ഉറക്കിയതിന് ശേഷം ഈ നടന്ന സംഭവങ്ങളെല്ലാം മകൾക്ക് പോലും അറിയില്ല എന്തൊക്കെയാണ് ആ മുറിയിലൊന്നും അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ച് ശ്രീജ ആത്മഹത്യ ചെയ്തു. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു കാരണവശാലും മകളെ ഈ അച്ഛനെന്ന് പറയുന്ന അച്ഛനായിരുന്ന ആളുടെ കൂടെ വിടരുത് എന്ന്. മരണത്തിന് ഉത്തരവാദി ആരാണെന്നും എന്തൊക്കെയാണെന്നും സുഹൃത്തിന് വീഡിയോ അയച്ചു കൊടുത്തതും എല്ലാം അവർ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 10 വയസ്സിൽ തുടങ്ങി മകളെ ലൈംഗിക ചൂഷണം നേരിടുന്ന ഭർത്താവിൽ നിന്നും അകന്ന് ഈ 17 വയസ്സ് വരെ ആ മകളെ നോക്കി അമ്മ വളർത്തി. വിവാഹമോചനവും നേടി നിയമപരമായി. എന്നിട്ട് പോലും അയാൾ പിന്തുടരാതെ മദ്യപിച്ച് വീട്ടിൽ വരികയും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് മാത്രമല്ല, ഈ ഒരു വീഡിയോ എടുത്തിട്ട് സുഹൃത്തിന് അയച്ചു കൊടുത്ത്
അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ ചെയ്തത്. കാരണം ആ ഒരു ചിത്രം പബ്ലിഷ് ചെയ്യും, കാരണം ഇത്രയും ക്രൂരമായി ചെയ്ത ഒരാൾക്ക് തീർച്ചയായിട്ടും അയാൾ അത് ചെയ്യുമെന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു സ്വത്തുക്കളെല്ലാം തന്നെ അയാളുടെ പേരിൽ എഴുതി വയ്ക്കണം എന്നുള്ളൊരു ഭീഷണി. കുടുംബപരമായി കിട്ടിയ സ്വത്തുക്കളും ജീവനാംശം കിട്ടിയ പൈസയും എല്ലാം അയാളുടെ പേരിൽ എഴുതി വയ്ക്കണം. അതൊക്കെ അവർ സഹിക്കുമായിരുന്നു. പക്ഷേ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ ഒരു വീഡിയോയും ചിത്രങ്ങളും എല്ലാം അയാളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതും അവരുടെ മുമ്പിൽ വെച്ച്. കുറച്ചെങ്കിലും ഒരു കുടുംബത്തിൽ പിറന്ന ഒരാൾക്കും അത് സഹിക്കാൻ സാധിക്കില്ല. എനിക്കിതിൽ കൂടുതൽ കമൻറ്റുകളൊന്നും പറയാനില്ല. കാരണം ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി. കാരണം നമ്മുടെ മക്കളെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കും. പുറത്ത് പോകുമ്പോൾ, കടയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ, വഴി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഏറ്റവും രക്ഷപ്പെടാനും നമുക്കത് മനസ്സിലാക്കാനും വേണ്ടി മക്കളെ പഠിപ്പിക്കും. പക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പക്ഷെ നിയമം ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത് ശിക്ഷയാണ് ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാളുടെ സുഹൃത്തിനെയും അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ശിക്ഷയായിരിക്കും അവർക്ക് കൊടുക്കാൻ പോകുന്നത്? നമ്മളുടെ നിയമവ്യവസ്ഥ വെച്ച് എന്ത് ശിക്ഷ അവർക്ക് കൊടുക്കും? അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ക്രൂര കൃത്യങ്ങളെല്ലാം പെരുകുന്നത്. കഴിഞ്ഞ ദിവസം ലണ്ടനിൽ ഭാര്യയുടെ കൂടെ ഒരു സ്റ്റുഡൻസ് വിസയിൽ ഭാര്യ പോയി, അവരുടെ കൂടെ ഭർത്താവും പോയി. അയാൾ ചെന്നിട്ട് 2 ആഴ്ചയായിട്ടുള്ള ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി 41 വയസ്സുള്ള ഒരു യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയാണ് അയാൾക്കെതിരെ ഉയർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ UK നിയമം വെച്ച് അയാൾക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നത് 13 വർഷമാണ്. 13 വർഷം ജയിൽ. 13 വർഷത്തിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കൂ. അതും പീഡന ശ്രമം നടത്തിയതിൻ്റെ പേരിൽ. അതെ, പലരും പറയുന്നു പല കാരണങ്ങളും, സത്യം എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ തെറ്റിദ്ധാരണയുടെ പേരിലാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് 41 വയസ്സുള്ള ആ ഒരു പേഷ്യൻറ്റ്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അത് മറ്റാരെങ്കിലും കണ്ടോ ഇല്ല അതൊന്നും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അവിടുത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. 13 വർഷമാണ് ആ ഒരു പീഡനം. അവർക്ക് പീഡന ശ്രമമാണ് അയാൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീഡന ശ്രമത്തിനാണ് ഈ ഒരു 13 വർഷം കൊടുത്തത് ശിക്ഷ. നമ്മുടെ നാട്ടിൽ ഇപ്പം സ്വന്തം മകളെ പീഡിപ്പിച്ചു, പോക്സോ കേസ്. ഈ ഭാര്യയുടെ ഇത്രയും നഗ്നചിത്രങ്ങൾ എടുത്തു, സുഹൃത്തിന് അയച്ചു കൊടുത്തു. അവരെ മാനസികമായും ശാരീരികമായും 7 മുതൽ രാത്രി 12 മണി വരെയും പീഡിപ്പിച്ചു. അവരുടെ ആത്മഹത്യക്ക് കാരണം അയാൾ തന്നെയാണ്. ഇതെല്ലാം ആത്മഹത്യക്കുറിപ്പിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ അവർ ചെയ്തിട്ടും എന്ത് ശിക്ഷ നമ്മുടെ നാട്ടിൽ കൊടുക്കും? ഞാൻ കേട്ടപ്പോൾ എനിക്ക് നിങ്ങളുമായി ഇതൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. കാരണം നമ്മൾക്ക് മക്കളുണ്ട്. എനിക്കറിയില്ല, ഇതിന് ഞാൻ കൂടുതൽ ഒരു കമൻറ്റും പറയുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു നിയമം മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം എല്ലാവർക്കും അറിയാം എന്ത് തെറ്റ് എന്ത് ചെയ്താലും സുഖമായി കയ്യിൽ പൈസ ഉണ്ട് ഊരി പോരാൻ കഴിയും. അതിൽ പിന്നെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അമ്മയോട് പറയാൻ പറ്റുന്നില്ല സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ള പീഡനം. അതുകൊണ്ട് തന്നെ ആ കുട്ടി പറഞ്ഞില്ല. പക്ഷേ ആ ഒരു അവസാനമാണ് അതിന് നേരിട്ട ആ ഒരു പീഡനം. അത് മറച്ചിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. കാരണം കുട്ടിയുടെ സംസാരത്തിൽ നിന്നും കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്നും അമ്മയ്ക്ക് മനസ്സിലായി മകൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് അമ്മ ചോദിക്കും നിർബന്ധമായിട്ട് എന്താണ് പറ്റിയതെന്ന് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ആ 10 വയസ്സുള്ള മകൾ അമ്മയോട് പറയുന്നത് ഇത്രയും നാൾ എന്നിങ്ങനെ പീഡിപ്പിച്ചിരുന്നു, ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. നിങ്ങളത് ആലോചിച്ചു. ഇതുപോലെ എത്ര പൊന്നു മക്കൾ ഇതുപോലെ യാതനകൾ സഹിച്ച് ജീവിക്കുന്നുണ്ടാവും. എന്താ മനുഷ്യരുടെ മനസ്സ് ഇങ്ങനെയൊക്കെ ഇത്രയും വൈകൃതമായി പോകുന്നത്? ഒന്നും തന്നെ പറയാനില്ല. എനിക്കിതിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്ര മനസ്സിൽ വിഷമമുണ്ട്. ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾ നേരിടുന്നുണ്ട്. പല വീടുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ പല കുട്ടികളും പുറത്തു നിന്നും പറയുന്നില്ല.